തൊഴുവാനായി എന്നും ജനത്തിരക്ക് ഇവനെ കടവുകൾക്ക് 10 ൽ 10 തില്ലും മീനാച്ചി തില്ലും മീനാച്ചി തില്ലും മീനാച്ചി. ഓ തുടക്കം ഒരു ആവേശം കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്തതാ. ആവേശം കിട്ടി, പക്ഷെ ചായ കിട്ടിയില്ല. അത്ര എലിമിനേറ്റായിരുന്നു. എന്തോ പരിപാടിയായി കാണിക്കുന്നേ? അത് ചാടി ചാവാൻ നോക്കുവാ ഞാൻ. ചേട്ടന്റെ കാര്യമല്ല ചേട്ടാ, ഇതൊരു ഗവൺമെന്റ് ആശുപത്രി അല്ലേ? എന്ത് അനാസ്ഥയാണ് ഇവർ ഈ രോഗികളുടെ കാര്യത്തിൽ കാണിക്കുന്നത്? എന്താ കാണിച്ചടാ? ചേട്ടൻ അറിയാലോ, ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ട് ഒരാഴ്ചയായിട്ട് ഇവിടെ അഡ്മിറ്റ് ആണ്. അതെനിക്കറിയാം. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി. ഇവർ തക്ക സമയത്ത് ഓരോരോ കാര്യങ്ങൾ പറയും. നമ്മൾ എവിടെ ചെന്ന് സംഘടിപ്പിക്കാനാണെന്ന്. എന്തുവാടാ? ഇപ്പൊ തന്നെ ഞാൻ സ്റ്റുഡിയോ ബുക്ക് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, പ്രൊഫസർ അലിയാർ സാറിനെ വിളിച്ച് ബുക്ക് ചെയ്യണം. എടാ നിന്റെ അപ്പൂപ്പൻ ആശുപത്രി കിടക്കുന്ന പ്രൊഫസർ അലിയാർ സാറിനെ എന്തിനാണ് വിളിക്കുന്നത്? അപ്പൂപ്പന് രാത്രി ഉറക്കമില്ലല്ലോ. ഇപ്പൊ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുവാ, ഒരു നരേഷൻ കൊടുത്താൽ മതി, അപ്പൂപ്പൻ ഉറങ്ങിക്കോളൂ. ഈ ചവിത്തി തറയിട്ടവനെ നരേഷൻ അല്ല സടേഷൻ കൊടുക്കണമെന്ന്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഇതൊക്കെ ചേട്ടൻ എങ്ങനെ അറിയാം? എടാ 10-25 കൊല്ലമായി ഞാൻ ഇതിന്റെ മുന്നിൽ ഈ കട നടത്തുന്നു. ഇതിനകത്ത് എന്താ കാര്യം എനിക്കറിയാം. ഇതിനകത്തുള്ളത് എനിക്കും അറിയാം. മഞ്ഞക്കരും വെള്ളക്കരും അല്ലേ? അതല്ലെന്ന്, ഈ ആശുപത്രി നടക്കുന്ന സംഭവം എന്താന്ന് എനിക്കറിയാവുന്ന. അങ്ങനെയാണോ പറഞ്ഞത്? അപ്പൊ ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ കട നടത്തണോ? ഞാൻ 10-20 കൊല്ലം. അതിന് മുമ്പ് ഞങ്ങളുടെ അച്ഛനായിരുന്നു. അച്ഛൻ എന്ത് ഇപ്പൊ? ഒരു ചായ അടിച്ചതിന്റെ പേര് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനെ ഇറക്കി വിട്ടു. എന്തൊരു ദുഷ്ടയായ സ്ത്രീയാണോ അത്? ഒരു ചായ അടിച്ചെന്നും പറഞ്ഞൊരു പാമ്പ് പിടിച്ച മനുഷ്യനെ ഇറക്കിടുക എന്ന് പറഞ്ഞ കഷ്ടമല്ലയോ? അച്ഛൻ കട്ടൻ ചായ ആണോ അടിച്ച പാൽ ചായ ആണോ അടിച്ചത്? കട്ടൻ ചായ അല്ല, പാൽ ചായ അല്ല. അപ്പുറത്തെ വീട്ടിലെ രമണീയയുടെ ഇളയ ചെറുക്കനെ ഞങ്ങളുടെ അച്ഛന്റെ ചായ അടിച്ചെന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനെ ഇറക്കി വിട്ടത്. അപ്പൊ അച്ഛന്റെ കള്ളച്ചായ. എനിക്ക് ഒരു കടുങ്കാപ്പിതാ. അപ്പൂപ്പന് എന്താ പറ്റിയാടാ? ഓ അപ്പൂപ്പനെ ഒന്ന് തുമ്മിയതാ, തല അങ്ങ് പൊട്ടി. തുമ്മിപ്പോ തല പൊട്ടാ? നിന്റെ അപ്പൂപ്പന്റെ തല പ്ലാസ്റ്റിക് തലയായിരുന്നു. അതല്ലെന്ന്, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തെ ഇതുപോലെ ഒരു തൂണ് നിപ്പുണ്ടായിരുന്നേ. അപ്പൊ അപ്പുറത്തെ ചേച്ചി അവിടെ നിന്ന് മുറ്റം അടിക്കുമായിരുന്നു. അപ്പൂപ്പൻ ഇതേ കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന് മുറ്റം അടിക്കുന്ന കണ്ട് സുഖിച്ചതാ. ഉച്ച അങ്ങ് പൊളന്നു. ഇപ്പൊ അപ്പൂപ്പന്റെ നെറ്റിക്ക് കുത്തി കെട്ടി വെച്ചേക്കുന്ന കണ്ടാൽ പഴുതാര ടാറ്റു അടിച്ചു വെച്ചേക്കുന്ന പോലെ. അപ്പൂപ്പന് ഭേദമായോ? ഇല്ല, ചത്ത് കഴിഞ്ഞാലേ പ്രേതമാകത്തുള്ളൂ. അപ്പൂപ്പൻ ഇപ്പൊ ഭേദമായോന്ന്? എങ്ങനെ ഭേദമാകും? ഇവിടെ കൊണ്ടുവന്ന് കയറ്റി ചികിത്സയൊക്കെ നടത്തി എല്ലാ ടെസ്റ്റും നടത്തിയപ്പോഴേ അപ്പൂപ്പന്റെ ഉള്ളിൽ ഇല്ലാത്തതൊന്നുമില്ല. പഞ്ചാരയുണ്ട്, മുളകുണ്ട്, കൊഴുപ്പുണ്ട്, എണ്ണയുണ്ട്, ഉപ്പുണ്ട്, മല്ലിയുടെ കിട്ടിയാലും സൂപ്പറായിരുന്നു. അതിന്റെ അപ്പൂപ്പൻ എന്നാ പലചരക്ക് കടയാണോ?